ഈശോയിലെ എത്രയും ബഹുമാനപ്പെട്ട വേദികളിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിവാഹത്തിൻ്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട പ്രസാദ് പരിശുദ്ധ കുർബാന ആഘോഷമായി സ്വീകരിക്കുന്ന കുട്ടികളെ, സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഈ സമയത്ത് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് അന്വേഷിച്ച് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ നന്ദി പ്രകാശനം. അത് ആഘോഷമായിട്ട് അർപ്പിക്കുവാനായിട്ട് 7 വൈദികർ ഉണ്ടെന്നുള്ളതാണ്. 7 എന്നുള്ളത് ഒരു പരിപൂർണതയുടെ അക്കമാണെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 7 പേര് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണതയിൽ നാം ദൈവത്തിന് നന്ദി പറയുകയാണ്. 1955 ഫെബ്രുവരി മാസം 14-ാം തീയതി PT ഡേവിസിയും ക്രിസ്ത്യാമയും വിവാഹിതരായി. അത് അന്ന് വലിയ വാർത്തയായിരുന്നില്ല. പക്ഷെ പിന്നീട് ഓരോ കാലഘട്ടം ചെല്ലുന്തോറും അത് വാർത്തയായി വരികയായിരുന്നു. ഇന്ന് വലിയ വാർത്തയാണത്. എനിക്ക് തോന്നുന്നത് ഗുഡ്നസ് ടിവിയിൽ ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ ടിവിയിലൂടെ ലോകത്തെ അറിയിച്ച ബഹുമാനപ്പെട്ട സുഭാഷണത്തിലൂടെ ഇതുമുണ്ട്. അതോടൊപ്പം തന്നെ പണിക്കിലച്ചനുണ്ട്. നമ്മുടെ തന്നെ അഭിമാനമായിട്ട് നമ്മുടെ രൂപതയിൽപ്പെട്ട CC ജോസഫൻ അരുണാചൽ പ്രദേശിലെ വലിയ മിഷണറിയാണ്. അദ്ദേഹവും നമ്മുടെ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കുടുംബത്തിൽപ്പെട്ട 4 വൈദികർ, അതിൻ്റെ പ്രത്യേകത 4 ലോകത്തിന് 4 ഭാഗങ്ങളിൽ ജീവിക്കുന്നവരാണ്. തന്നെയുമല്ല, അവർ ഒരു കോൺഗ്രിഗേഷനല്ല, ഒരു രൂപതയിലല്ല, പല സ്ഥലങ്ങളിലാണ് പൗരോഹിത്യപട്ടം സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്നത്. ആൻ്റണി അച്ഛൻ റുവാണ്ടയിലെ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന വിൻസെൻഷൻ വൈദികനാണ്. പീറ്റർ അച്ഛൻ ആസാമിൽ ജോലി ചെയ്യുന്ന MSFS കോൺഗ്രിഗേഷനിൽപ്പെട്ട വൈദികനാണ്. ജോർജ് അച്ഛൻ സാറിന് പറയുന്നത് പോലെ നാടൻ രൂപത വൈദികനാണ്, കോതമംഗലം രൂപതയുടെ വൈദികനാണ്. പക്ഷേ ഇപ്പോൾ ജീവിക്കുന്നത് ജർമ്മനിയിലാണ്, ഏറ്റവും ദൂരെ താമസിക്കുന്നു. പിന്നെ ജോണിയച്ചൻ ഇങ്ങനെ ഇന്ത്യയിൽ മുഴുവനും വിളങ്ങി നിൽക്കുന്ന ഒരു സലേഷ്യൻ വൈദികനാണ്. അപ്പം അങ്ങനെ ഈ കുടുംബത്തിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പൗരോഹിത്യ ശുശ്രൂഷ വ്യാപിക്കാൻ കാരണം ഈ മാതാപിതാക്കന്മാരാണ്. ഇവർക്ക് 10 മക്കളാണുള്ളത്. അതും ഒരു പരിപൂർണതയുടെ അടയാളമെന്ന് ഞാൻ പറയും. ഇന്നത്തെ കാലത്ത് 10 മക്കളെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഇവർക്കുണ്ടായ 10 മക്കൾ അവരാരും മോശമല്ല, അവരാരും പിറകോട്ടല്ല, എല്ലാവരും ഒന്നിനൊന്ന് മുൻപോട്ട് നിൽക്കുന്നവരാണ്. ഈ 4 വൈദികരെ കൂടാതെ എന്നോട് ആരോട് ചോദിച്ചു, സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. 2 പെൺമക്കളുണ്ട്. അതിലൊരാൾ സിസ്റ്റർ ആയില്ലെങ്കിൽ ഒരു രക്തസാക്ഷിയായി മരണമടഞ്ഞു എന്നുള്ളത് നമുക്ക് പറയാം. 2019 വടാട്ടുപാറ അതുണ്ടായ സംഭവം നമുക്കറിയാം. രക്തസാക്ഷി എന്ന നിലയിൽ ഈ കുടുംബത്തിൽ നിന്നും ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരം കൂടിയാണ്. മൂത്ത മകൻ ബേബിയും ഷേർലിയും, അവിടെ 2 മക്കൾ. മേരി ആണ് വടാട്ടുപാറ വെച്ച് രക്തസാക്ഷിയായത്. മേരിയും മാത്തച്ഛനും, അവർക്കും 2 മക്കളുണ്ട്. ദിയ മരിയ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. പിന്നെ പോളും ആനിയും, അവർക്ക് 3 മക്കൾ. അവർ മെൽബണിലാണ് ജീവിക്കുന്നത്, ഓസ്ട്രേലിയയിൽ. ജോഷിയും ഷിജിയും അവർക്ക് 3 മക്കൾ.
ജോബി, മായ അവർക്കാണ് കൂടുതൽ മക്കളുള്ളത്, 5 മക്കൾ. എന്നാലും അപ്പച്ചനെയും അമ്മച്ചയും കടത്തി വെട്ടാൻ സാധിച്ചിട്ടില്ല, 10 മക്കളെന്നുള്ള. അപ്പോൾ അവരിലെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന എലീസ നമ്മുടെ കൂടെയുണ്ട്. റോസ്മിയും സിജുവും അവർക്ക് 4 മക്കൾ. അങ്ങനെ 19 കൊച്ചുമക്കൾ ഈ അപ്പച്ചനും അമ്മച്ചിക്കുണ്ട്. 10 മക്കളും 19 കൊച്ചുമക്കളുമായിട്ട് വലിയ ഒരു കുടുംബം. ഞാൻ അവർക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രദ്ധിക്കുകയുണ്ടായി, മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഫലം പുറപ്പെടുവിക്കുമെന്ന്. മുന്തിരിവള്ളി തായ്തണ്ടിലല്ല അതിൻ്റെ ഫലം ഉണ്ടാകുന്നത്, പിന്നെ ഇവിടെയാണ് ശാഖകളിലാണ്. അപ്പോൾ ഈ 10 ശാഖകളിൽ ധാരാളം ഫലമുണ്ടായി. ആ 10 ശാഖകൾ 19 ശാഖകളായി പോയി. ഈ 19 ശാഖകളിലും ഇനിയും ഫലങ്ങൾ, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയും കുടുംബജീവിതത്തിലൂടെയും അനേകർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിക്കുന്നത് ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും അധ്വാനവും പ്രാർത്ഥനയുമാണ്. ഞാൻ പലപ്പോഴും വീട്ടിൽ പോകാറുണ്ട്. നമ്മൾ സുവിശേഷത്തിൽ കേൾക്കുന്നില്ലേ, ബഥാനിയയിലെ ലാസറിൻ്റെ വീട്ടിൽ ഈശോ പലപ്പോഴും പോകാറുണ്ടെന്ന് പറഞ്ഞതുപോലെ ഞാൻ പലപ്പോഴും വീട്ടിൽ പോകാറുണ്ട്. അപ്പച്ചനും അമ്മച്ചിയെ കാണാറുണ്ട്. അവരെ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം വലിയ സന്തോഷത്തോടു കൂടി അവരെപ്പോഴും ചെല്ലുന്നത് കാത്തിരിക്കും, സന്തോഷത്തോടുകൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ഒരു ദിവസം ഞാൻ രാത്രി പ്രാർത്ഥനയ്ക്ക് പോയിട്ടല്ലോ, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. ഇനി അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അവരോടൊപ്പം സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ കുടുംബം ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളം ലഭിച്ചിട്ടുള്ള കുടുംബമാണ്. അതിൻ്റെ കാരണം ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥനയും അധ്വാനവും നല്ല മനസ്സുമാണ്. ഈ മക്കളെ നല്ലവരായിട്ട് വളർത്തുവാനായിട്ട് ഒത്തിരിയേറെ അധ്വാനിക്കേണ്ടി വന്നു. നമുക്കറിയാം, 10 മക്കളെ വളർത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒത്തിരി വലിയ സാമ്പത്തികമൊന്നുമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബമാണ്. ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിച്ച കുടുംബമാണ്. ഇന്നും ആ ബോധ്യത്തിൽ ജീവിക്കുന്നു. ഞാൻ ഓർക്കരുത്, ജോർജ് അച്ഛൻ ജർമ്മനിയിൽ നിന്നും അവർക്ക് കിട്ടുന്ന അലവൻസ്, അതൊരു പൈസ പോലും സ്വന്തമായിട്ട് എടുക്കാതെ എല്ലാം രൂപതയിലേക്ക് അയക്കുകയാണ്. രൂപതയിലെ പല ആവശ്യങ്ങൾക്കായിട്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട്, ആതുര സേവനത്തിനായിട്ടൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന അലവൻസ് എല്ലാം രൂപതയിൽ ഏൽപ്പിക്കും. ഒന്നും സ്വന്തമായിട്ട് സൂക്ഷിക്കില്ല. അതുപോലെ മറ്റ് ഉള്ളവരും അവർ കോൺഗ്രിഗേഷനിൽപ്പെട്ടവരാണ്. അവരും സ്വന്തമായിട്ടൊന്നും ഉപയോഗിക്കാതെ അതെല്ലാം സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് വിനിയോഗിക്കുന്നു. അതിനുള്ള ഒരു പ്രേരക ശക്തി ഈ അപ്പച്ചനും അമ്മച്ചിയാണ്. അവർക്ക് ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ മക്കളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആര് ചെന്നാലും അവർക്ക് ഔദാര്യത്തോടെ നൽകുക എന്നുള്ള മനോഭാവം ഇവർക്കുണ്ടായിരുന്നു. ഞാൻ അവർക്ക് 70 വർഷക്കാലം സന്തോഷത്തോടുകൂടി ദൈവരുവാരിനെ ആശ്രയിച്ച് കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. ഇടയ്ക്ക് അസുഖമൊക്കെ ഉണ്ടാവും. അസുഖം ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകും. പക്ഷേ ഹോസ്പിറ്റലിൽ പോയാലും വീണ്ടും സുഖം പ്രാപിച്ച് വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പച്ചന് പറഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. എന്നാൽ അടുത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കും. അമ്മച്ചിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി എല്ലാം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഞാൻ പറഞ്ഞു, ഇനി എല്ലാം കേൾക്കണ്ടെന്ന് പറഞ്ഞു. പ്രായമാകും തോറും കുറച്ച് കേട്ടാൽ മതി, അത് എല്ലാ കാര്യങ്ങളും കേൾക്കണ്ട. ചിലപ്പോൾ എന്നോട് പറയാറുണ്ട്, എല്ലാം ഓർമ്മിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാറുണ്ട്. ഞാൻ എല്ലാം ഓർമ്മിക്കണ്ട, ഇനി പഴയ കാര്യങ്ങളെല്ലാം ഓർക്കണ്ട, അപ്പോൾ ഈ പുതിയ കാര്യങ്ങൾ ഓർത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇവർ ചെന്ന് കഴിഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് ജീവിക്കുന്നു. അപ്പോൾ ഒരു ശിശുക്കളുടെ മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ശിശുക്കളെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം. അപ്പം ദൈവരാജ്യത്തിലേറണമെങ്കിൽ ശിശുക്കളെ പോലെയുള്ള മനോഭാവം, ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണിവർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു. അതുപോലെ ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിച്ചിട്ടാണ് ഈ മക്കളെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടാണ് മക്കൾ
നന്മയുടെ ഫലങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊടുക്കുവാൻ സാധിക്കുന്നത്. മാതാപിതാക്കന്മാര് എത്രമാത്രം ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നുവോ, എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, മക്കളെ പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിക്കുവാനും ദൈവവചനമനുസരിച്ച് ജീവിക്കുവാനും പഠിപ്പിക്കുന്നുവോ, അതനുസരിച്ച് മക്കൾ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുത്തുന്നവരായിത്തീരും. ഈ മാതാപിതാക്കന്മാർ അപ്രകാരമാണ് ചെയ്തത്. ആഴമായ പ്രാർത്ഥന അനുഭവത്തിൽ ജീവിക്കുകയും ആ പ്രാർത്ഥന അനുഭവം മക്കൾക്കും കൊച്ചുമക്കൾക്കും പകർന്നു കൊടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ജോബിയുടെ മക്കൾ ഇവിടെ കുർബാനയ്ക്ക് കൂടുന്നുണ്ടല്ലേ? കുർബാനയ്ക്ക് കൂടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പല കാര്യങ്ങളും സഹായിക്കുന്നു. ജോബി ഇവിടെ കൈക്കാരനാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. ആ ഒരു കുടുംബത്തിൽ നിന്നും നന്മയുടെ ഫലങ്ങൾ പല പല സ്ഥലങ്ങളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛന്മാരൊക്കെ കൂടെ വന്നിരിക്കുന്നത്. ഇനിയും അച്ഛന്മാർ ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛന്മാർക്ക് വരാൻ സാധ്യത കുറവായിരുന്നു. അല്ലെങ്കിൽ ധാരാളം അച്ഛന്മാരും ആളുകളും വന്നതിന് ഞായറാഴ്ച ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമുള്ള കുടുംബമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കുടുംബമാണ്. ഞാൻ പറയാറുണ്ട്, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. അപ്പം എവിടെ സ്നേഹമോ എവിടെ കാരുണ്യവും ഉണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ കുടുംബം, പറങ്കിമാലി കുടുംബത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിക്കുവാൻ സാധിക്കുന്ന മക്കളും കൊച്ചുമക്കളും നല്ല രീതിയിൽ ദൈവത്തോട് ചേർന്ന് നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ വന്ന് ഇവരെ അഭിനന്ദിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയത്. ഏറെ സന്തോഷമുണ്ട്. ഈ ദിവസം ഏറെ അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചനും അമ്മച്ചിയും ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മക്കൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ഈ മക്കൾ വളർന്നു വന്ന് വിവിധ ഭാഗങ്ങളിലെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇനി അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ശുശ്രൂഷയിലൂടെ അനേകർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുവാനായിട്ട് ഈ മക്കൾക്ക് സാധിക്കട്ടെ. ഒരു കുടുംബജീവിതം നയിക്കുന്ന മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും എല്ലാം ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് തുടർന്നും പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.